നമസ്കാരം. ശ്രീകൃഷ്ണ ഡിവൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഫെബ്രുവരി 9 മുതൽ 15 വരെയുള്ള വാരഫലം നമുക്ക് നോക്കാം. ജാതകത്തിലെ ദശാപഹാരങ്ങളെ അനുസരിച്ചും ജനന സമയത്തെ ഗ്രഹസ്ഥിതിക്കനുസരിച്ചും ഈ പറയുന്ന ഫലത്തിൽ വ്യത്യാസം വന്നേക്കാം. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണത്തിന് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഫെബ്രുവരി 13 സൂര്യൻ കുംഭം രാശിയിലെത്തുന്നു. സൂര്യൻ, ബുധൻ, ശുക്രൻ, രാഹു എന്നിവർ ഒന്നിച്ചു വരുന്നു. ഇത് ചില രാശിക്കാർക്ക് അപ്രതീക്ഷിത മാറ്റത്തിന് കാരണമാകുന്നു. അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് ഈ ആഴ്ച ഗുണകരമാണ്. നിങ്ങളുടെ രാശ്യാധിപനായ ചൊവ്വ 10ാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിൽ നിലനിൽക്കുന്നതും ലാഭസ്ഥാനമായ കുംഭത്തിൽ 4 ഗ്രഹങ്ങൾ ഒന്നിച്ചു വരുന്നതും മാറ്റങ്ങൾക്ക് കാരണമാകും. തൊഴിൽ രംഗത്ത് വലിയ ആത്മവിശ്വാസവും ഊർജവും ഉണ്ടാകും. ജോലിയിൽ നിങ്ങളുടെ അധികാരം വർദ്ധിക്കും. സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യത കാണുന്നു. പുതിയ ജോലിക്കായി പരിശ്രമിക്കുന്നവർക്ക് ഈ ആഴ്ച അനുകൂല മറുപടി ലഭിക്കാൻ സാധ്യത കാണുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. പുതിയ കരാറുകളിൽ ഏർപ്പെടാൻ അനുകൂല സമയമാണ്. ഫെബ്രുവരി 13 ശേഷം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയമുണ്ടാകും. കുംഭം രാശിയിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, രാഹു എന്നിവർ ഒന്നിച്ചു വരുന്നത് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളിൽ നിന്നും മൂത്ത സഹോദരങ്ങളിൽ നിന്നും അപ്രതീക്ഷിത സഹായവും പിന്തുണയും ലഭിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. പ്രണയിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പ്രണയബന്ധങ്ങൾ ദൃഢമാകും. വിവാഹാലോചനകളിൽ പുരോഗതി ഉണ്ടാകും. ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും. എങ്കിലും ദേഷ്യം നിയന്ത്രിക്കുക. ഈ ആഴ്ച രക്തസമ്മർദ്ദമുള്ളവർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത കാണുന്നു. ശാന്തത പാലിക്കാൻ ശ്രമിക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച മികച്ചതാണ്. പഠന കാര്യങ്ങളിൽ പുരോഗതിയും ആത്മവിശ്വാസവും അനുഭവപ്പെടും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് ഈ ആഴ്ച അനുകൂല മറുപടി ലഭിക്കും. ചൊവ്വാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലം. ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകീരം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രശംസയും പിന്തുണയും ലഭിക്കും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും. ജോലിഭാരം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നു. പുതിയ ജോലിക്കായി അന്വേഷിക്കുന്നവർക്ക് അനുകൂല മറുപടി ലഭിക്കും. ബിസിനസ്സിൽ അനുകൂല സമയമാണ്. പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. വരുമാനം വർദ്ധിക്കുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ ഈ ആഴ്ച ഉണ്ടാവാൻ സാധ്യത കാണുന്നു. അപ്രതീക്ഷിതമായി ചില സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. ലോണുകൾക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകും. പണമിടപാടുകളിൽ നിന്നും കൃത്യത പാലിക്കുക. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷമായിരിക്കും. എങ്കിലും ആഴ്ചയുടെ പകുതിയോടെ പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന തർക്കം പരിഹരിക്കപ്പെടും. ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യത ഉള്ളതിനാൽ മാനസികമായ ക്ഷീണവും ഉറക്കക്കുറവും അനുഭവപ്പെട്ടേക്കാം. വാതസംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ഈ ആഴ്ച ശ്രദ്ധിക്കുക. കണ്ണിനോ ഉദരസംബന്ധമായോ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കുക. പഠനത്തിൽ അല്പം ആലസ്യം അനുഭവപ്പെട്ടേക്കാം. ആഴ്ചയുടെ പകുതിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലമായിരിക്കും. സാങ്കേതിക വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങാൻ ഈ ആഴ്ച വളരെ നല്ലതാണ്. ഈ ആഴ്ച പകുതിക്ക് ശേഷം പുതിയ കരാറുകൾ ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക. വാഹനയാത്രകളിൽ ജാഗ്രത പാലിക്കുക. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലം. വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിക്ക് നെയ്വിളക്ക് കൊളുത്തുന്നതും ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതും തടസ്സങ്ങൾ മാറാനും ഐശ്വര്യം വർദ്ധിക്കാനും സഹായിക്കും. മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യമുക്കാൽ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരം ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ആഴ്ചയായിരിക്കും. തൊഴിലിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും.
മേലധികാരികളിൽ നിന്ന് അംഗീകാരവും പിന്തുണയും ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായിരിക്കും. IT, അധ്യാപകർ, സർക്കാർ ജീവനക്കാർ എന്നിവർക്ക് അനുകൂല സമയമാണ്. പുതിയ ബിസിനസ് പ്ലാനുകൾ വിജയിക്കും. ദൂരയാത്രകൾ വഴി ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. ബിസിനസ്സിൽ പുതിയ വിപണി കണ്ടെത്താനാകും. വിപണിയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. പിതാവിൽ നിന്നോ മുതിർന്നവരിൽ നിന്നോ സഹായങ്ങൾ ലഭിക്കും. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് നീങ്ങാനുള്ള ചർച്ചകൾ നടക്കാനുള്ള സാധ്യത കാണുന്നു. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള സാധ്യത കാണുന്നു. മാനസികമായും ശാരീരികമായും നല്ല ഊർജ്ജസ്വലത അനുഭവപ്പെടും. വിട്ടുമാറാത്ത അസുഖങ്ങൾ ഉള്ളവർക്ക് ഈ ആഴ്ച രോഗശാന്തിയും ആശ്വാസവും ലഭിക്കും. രാഹുവിന്റെ സ്വാധീനം 9ാം ഭാവത്തിൽ ഉള്ളതിനാൽ പിതാവിന്റെ ആരോഗ്യകാര്യത്തിൽ ചെറിയ ശ്രദ്ധ വേണം. വായു സംബന്ധമായോ ഉദരസംബന്ധമായോ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കുക. ബുധൻ 9ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ബുദ്ധിശക്തിയും പഠനത്തിലും താൽപ്പര്യം വർദ്ധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്നവർക്ക് ഈ ആഴ്ച വളരെ ഗുണകരമാണ്. പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ പ്രതികൂലം. ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും കാര്യതടസ്സങ്ങൾ മാറാൻ ഉത്തമമാണ്. പുണർദം അവസാനക്കാൽ പൂയം ആയില്യം ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ജോലി രംഗത്ത് അപ്രതീക്ഷിത തടസ്സങ്ങളോ ജോലിഭാരമോ ഉണ്ടായേക്കാം. മേലുദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ സംയമനം പാലിക്കുക. നിങ്ങളുടെ വിജയങ്ങളിൽ അസൂയ ഉള്ളവർ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ ആഴ്ചയുടെ പകുതിയോടെ ബുധന്റെ സ്വാധീനത്തിൽ ബുദ്ധിപൂർവം ഇവയെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്സിൽ അപ്രതീക്ഷിത തടസ്സമോ കാലതാമസമോ നേരിടാൻ സാധ്യത കാണുന്നു. പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ ജാഗ്രത പാലിക്കുക. ധനകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണം. കടം കൊടുക്കുന്നതോ ജാമ്യം നിൽക്കുന്നതോ ഈ ആഴ്ച ഒഴിവാക്കുന്നത് നല്ലതാണ്. എങ്കിലും ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങളിൽ നിന്നോ പഴയ നിക്ഷേപങ്ങളിൽ നിന്നോ ചെറിയ ലാഭം പ്രതീക്ഷിക്കാം. കുടുംബാംഗങ്ങളുമായി ചെറിയ തർക്കങ്ങൾക്ക് സാധ്യത കാണുന്നു. എങ്കിലും ആഴ്ചയുടെ പകുതിയോടെ മാനസിക സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനിടയാകും. വാഹനോപയോഗത്തിൽ ജാഗ്രത പാലിക്കുക. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കുക. ചർമ്മ സംബന്ധമായ അലർജിയോ ജലദോഷമോ ഈ ആഴ്ച അലട്ടിയേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയാൻ സാധ്യത കാണുന്നു. വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ പ്രതികൂലം. തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ധാര വഴിപാടായി നടത്തുന്നതും മനഃശാന്തിക്കും കാര്യതടസ്സങ്ങൾ നീങ്ങാനും ഉത്തമമാണ്. മകം, പൂരം, ഉത്രം ആദ്യക്കാൽ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലമാണ്. ജോലി സംബന്ധമായ പുരോഗതി നേടാൻ സാധിക്കുന്ന സമയമാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളും ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ അംഗീകരിക്കപ്പെടും. ഫെബ്രുവരി 15 സാമ്പത്തികമായി ചില നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം. പുതിയ ബിസിനസ് നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ മുതിർന്നവരുടെയോ വിദഗ്ധരുടെയോ ഉപദേശങ്ങൾ തേടുന്നത് നന്നായിരിക്കും. മുടങ്ങിപ്പോയ പണം തിരികെ ലഭിക്കാനോ അധിക വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടാനോ സാധ്യത കാണുന്നു. എങ്കിലും വലിയ തുകകൾ നിക്ഷേപങ്ങൾ നടത്തുന്നതിനു മുമ്പ് വിദഗ്ധ അഭിപ്രായം തേടുക. പങ്കാളിയുമായുള്ള ബന്ധം ദൃഢമാകും. അവിവാഹിതർക്ക് വിവാഹകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നു. സംസാരത്തിൽ മിതത്വം പാലിക്കുക. കുടുംബത്തിനോടൊപ്പം ചെറിയ യാത്രകൾക്ക് സാധ്യത കാണുന്നു. ഉദര സംബന്ധമായ അസ്വസ്ഥതകളോ അസുഖങ്ങളോ അസ്ഥികൾക്ക് വേദനയോ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. തിടുക്കം കാട്ടി ജോലി ചെയ്യുന്നത് ഒഴിവാക്കുക. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ ആഴ്ച സാധിക്കും. വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പ് ലഭിക്കും. വ്യാഴാഴ്ച സൂര്യോദയം വരെ കാര്യങ്ങൾ അനുകൂലം. ഞായറാഴ്ചകളിൽ സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നതും ആദിത്യഹൃദയം പാരായണം ചെയ്യുന്നതും കാര്യവിജയത്തിന് ഉത്തമമാണ്. ഉത്രം അവസാന മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം.
ജോലിയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വന്നേക്കാം. നിങ്ങളുടെ കഴിവുകൾ മേലധികാരികൾ തിരിച്ചറിയും. പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിവരും. ജോലിസ്ഥലത്തെ മത്സരങ്ങളിൽ വിജയിക്കാൻ സാധിക്കും. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ കരാറുകളിൽ ഒപ്പിടാൻ സാധിക്കും. പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുക. ചെറിയ തോതിലുള്ള ലാഭം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ പൊതുവെ സമാധാനമുണ്ടാവും. എങ്കിലും പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നു. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. തടസ്സപ്പെട്ടു കിടന്നിരുന്ന പണം തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു. എന്നാൽ അനാവശ്യ ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾക്കോ ആർക്കെങ്കിലും പണം കടം കൊടുക്കുന്നതിനോ ഈ ആഴ്ച അനുയോജ്യമല്ല. എന്നിരുന്നാലും മുമ്പ് മുടങ്ങിക്കിടന്നിരുന്ന ചെറിയ തുകകൾ കൈവശം വന്നു ചേരും. മാനസികമായ സമ്മർദ്ദം ഉറക്കക്കുറവിനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. രാത്രി വൈകിയുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക. കാലുകൾക്ക് വേദന അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ഏകാഗ്രതയോടെ പഠിക്കാൻ സാധിക്കും. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങി മികച്ച അവസരങ്ങൾ ലഭിക്കും. ബുധനാഴ്ച സൂര്യോദയത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലം. ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും കാര്യതടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യമുക്കാൽ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരം പൊതുവെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. ശനി 6ാം ഭാവത്തിൽ നിൽക്കുന്നത് ശത്രുക്കളുടെ നീക്കങ്ങളെ പരാജയപ്പെടുത്താനും തൊഴിൽ വിജയം നേടാനും സഹായിക്കും. മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച അനുകൂല സമയമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നവർക്കും അനുകൂല സമയമാണ്. പഴയ കടബാധ്യതകൾ തീർക്കും. അപ്രതീക്ഷിതമായി പണം കൈവരാൻ സാധ്യതയുള്ള വാരമാണ്. എങ്കിലും വരവിനോടൊപ്പം തന്നെ അപ്രതീക്ഷിത ചെലവുകളും വരാം. സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യത പാലിക്കുക. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. പഴയകാല സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കാണാൻ അവസരം ലഭിക്കും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോ ആയി പണം ചെലവാക്കിയേക്കാം. വിദ്യാർത്ഥികൾ അല്പം കഠിനാധ്വാനം ആവശ്യമായി വരും. മത്സര പരീക്ഷകളിൽ അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കും. തൊണ്ടസംബന്ധമായ അസ്വസ്ഥതകൾ വരാൻ സാധ്യത കാണുന്നു. ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ഐശ്വര്യം നൽകും. വിശാഖം അവസാനക്കാൽ, അനിഴം, തൃക്കേട്ടക ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം. ജോലിയിൽ സ്ഥലമാറ്റത്തിനോ മാറ്റങ്ങൾക്കോ സാധ്യത കാണുന്നു. അമിതമായ ജോലിഭാരം അനുഭവപ്പെട്ടേക്കാം. മേലധികാരികളിൽ നിന്ന് സമ്മർദ്ദം അനുഭവപ്പെടാമെങ്കിലും വ്യാഴത്തിൻ്റെ സ്വാധീനത്താൽ വിജയകരമായി മറികടക്കും. സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കും. പ്രമോഷൻ ലഭിക്കാനുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ബിസിനസ്സിൽ വലിയ മുതൽ മുടക്കുകൾക്ക് ഈ വാരം അനുയോജ്യമല്ല. നിലവിലുള്ള കച്ചവടത്തിൽ മിതമായ ലാഭം പ്രതീക്ഷിക്കാം. പുതിയ പങ്കാളിത്തങ്ങൾ ആലോചിച്ച് മാത്രം തീരുമാനിക്കുക. വരവിനേക്കാൾ ചിലവ് കൂടാൻ സാധ്യതയുള്ള വാരമാണിത്. വീട് അല്ലെങ്കിൽ വാഹന സംബന്ധമായ അറ്റകുറ്റപ്പണികൾക്കായി പണം ചെലവാക്കേണ്ടി വന്നേക്കാം. അപ്രതീക്ഷിത ചിലവുകൾ വരാൻ സാധ്യത കാണുന്നു. എങ്കിലും വരുമാന സ്രോതസ്സുകൾ തടസ്സപ്പെടില്ല. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾക്ക് സാധ്യത കാണുന്നു. വീട്ടിലെ മുതിർന്നവരുമായി തർക്കങ്ങൾ ഒഴിവാക്കുക. വിവാഹാലോചനകളിൽ പുരോഗതി ഉണ്ടാകും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ വാരമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അല്പം മന്ദത അനുഭവപ്പെട്ടേക്കാം. കഠിനാധ്വാനം ചെയ്താൽ മികച്ച ഫലം ലഭിക്കും. ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾക്ക് സാധിക്കും. നെഞ്ച് സംബന്ധമായ അസ്വസ്ഥതകളോ അലർജിയോ വരാൻ സാധ്യത കാണുന്നു. തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലം. ശനിയാഴ്ചകളിൽ അയ്യപ്പക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സങ്ങൾ മാറാൻ ഉത്തമമാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽഭാഗം ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ജോലിയിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ സംബന്ധിച്ച് ആത്മവിശ്വാസമുണ്ടാകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിവരും. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും പിന്തുണ ലഭിക്കും. ബിസിനസ്സുകാർക്ക് അനുകൂലമായ ആഴ്ചയാണ്.
പുതിയ കരാറുകളിൽ ഏർപ്പെടാനും ബിസിനസ് വിപുലീകരിക്കാനും സാധിക്കും. കിട്ടാനുള്ള കടം കിട്ടാൻ സാധ്യത കാണുന്നു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. വായ്പ, ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. സഹോദരങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കും. വീടിന് ആവശ്യമായ വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും. ബന്ധുജനങ്ങളുമായി ബന്ധം ദൃഢമാകും. പ്രണയബന്ധങ്ങളിൽ ചെറിയ തടസ്സമുണ്ടായേക്കാം. വിവാഹാലോചനകളിൽ തീരുമാനമെടുക്കാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിച്ചേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ വലിയ കുഴപ്പങ്ങൾ കാണുന്നില്ല. ചെറിയ രീതിയിൽ അലർജി പ്രശ്നങ്ങളോ ദഹന സംബന്ധമായ അസ്വസ്ഥതകളോ വരാതെ ശ്രദ്ധിക്കുക. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. ഉത്രാടം അവസാന മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ജോലിയിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ തൊഴിലവസരത്തിനും സ്ഥാനക്കയറ്റത്തിനും വഴിയൊരുക്കും. മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കും. സഹപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. പുതിയ നിക്ഷേപങ്ങൾക്കോ സംരംഭങ്ങൾക്കോ അനുയോജ്യമായ സമയമാണ്. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന വർക്കുകൾ പുനരാരംഭിക്കാൻ സാധിക്കും. വരുമാനത്തിൽ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അപ്രതീക്ഷിത ചിലവുകൾ കാരണമായേക്കാം. പിതാവിൽ നിന്നോ പ്രതിസ്ഥാനികരിൽ നിന്നോ സാമ്പത്തിക സഹായം ലഭിക്കാൻ സാധ്യത കാണുന്നു. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കാൻ വകയുണ്ടാകും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന പിണക്കങ്ങൾ മാറി ഐക്യം പുനഃസ്ഥാപിക്കും. വീട് നവീകരണത്തിനോ മോടി പിടിപ്പിക്കുന്നതിനോ പണം ചെലവാക്കിയേക്കാം. വിവാഹാലോചനയിൽ പുരോഗതി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉയർന്ന വിജയം നേടാൻ കഴിയും. കലാകായിക രംഗത്തുള്ളവർക്ക് അംഗീകാരം ലഭിക്കും. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും എങ്കിലും കണ്ണ് സംബന്ധമായോ പല്ല് സംബന്ധമായോ ഉള്ള ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. രാത്രികാല യാത്രകളിൽ ജാഗ്രത പാലിക്കുക. ബുധനാഴ്ച സൂര്യോദയത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലം. ശനിയാഴ്ച ശാസ്താവിൻ്റെ ക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പുരുരുട്ടാതി ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം. ജോലിസ്ഥലത്ത് അതീവ ജാഗ്രത വേണ്ട സമയമാണ്. അമിതമായ ജോലിഭാരവും മാനസിക സമ്മർദ്ദവും അനുഭവപ്പെട്ടേക്കാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല മറുപടി ലഭിക്കാൻ അല്പം വൈകിയേക്കും. ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഈ വാരം അത്ര അനുയോജ്യമല്ല. പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധോപദേശം തേടുക. ശത്രുക്കളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുക. വരവ് കുറഞ്ഞാലും ഭാവിയിലേക്ക് ചില കരാറുകൾ ഒപ്പിടാൻ സാധിക്കും. അപ്രതീക്ഷിത ചെലവുകൾക്ക് സാധ്യത കാണുന്നു. പണം കടം കൊടുക്കുന്നതോ ജാമ്യം നിൽക്കുന്നതോ ഈ ആഴ്ച ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കുടുംബാവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ദേഷ്യം നിയന്ത്രിക്കുക. പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. എങ്കിലും വീടിനാവശ്യമായ വസ്തുക്കൾ വാങ്ങാനോ ഗൃഹത്തിൽ ചില ശുഭകാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതോ ഈ വാരം സാധിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത അനുഭവപ്പെട്ടേക്കാം. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. കാലുകൾക്കോ നട്ടെല്ലിനോ വേദന അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലം. ശനിയാഴ്ച ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുന്നതും എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. പുരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നിവ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം. ജോലിസ്ഥലത്ത് സ്ഥലമാറ്റത്തിനോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളിൽ മാറ്റങ്ങൾക്കോ സാധ്യത കാണുന്നു. കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കാൻ അല്പം വൈകിയേക്കാം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്കും ചില നല്ല വാർത്തകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. ബിസിനസ്സുകാർക്ക് പുതിയ പ്ലാനുകൾ നടപ്പിലാക്കാൻ സാധിക്കും. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത വേണം.
ഏഴര ശനിയുടെ സ്വാധീനമുള്ളതിനാൽ ലാഭം കുറഞ്ഞാലും ബിസിനസ് തടസ്സമില്ലാതെ മുന്നോട്ടു പോകും. വരവിനേക്കാൾ ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുള്ള വാരമാണ്. അനാവശ്യ യാത്രകൾക്കായി പണം ചെലവാക്കിയേക്കാം. പണം കടം കൊടുക്കുന്നത് ഒഴിവാക്കുക. ഭാഗ്യപരീക്ഷണങ്ങൾക്കോ ചിട്ടി തുടങ്ങിയവയിൽ പണം നിക്ഷേപിക്കുന്നതോ ഈ ആഴ്ച അത്ര അനുയോജ്യമല്ല. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുമെങ്കിലും സഹോദരങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നു. വീട്ടിലെ മുതിർന്നവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ദൂരദേശത്തുള്ള ബന്ധുക്കളിൽ നിന്ന് ശുഭവാർത്തകൾ കേൾക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രതയോടെ പഠിക്കാൻ സാധിക്കും. ഉന്നത പഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങും. ഉറക്കക്കുറവ്, കണ്ണ് സംബന്ധമായ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ പാദങ്ങളിൽ വേദന എന്നിവ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. രാത്രികാല യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ പ്രതികൂലം. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഓം നമോ നാരായണ മന്ത്രം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ സഹായിക്കും. എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നന്ദി, നമസ്കാരം.